ബ്രിഡ്ജ് മീഡിയയിലേക്ക് സ്വാഗതം. മാജിദയാണ് താരം. പോലീസിന്റെ കള്ളത്തിരക്കഥ പൊളിച്ച് കയ്യിൽ കൊടുത്ത് മാജിദ. പ്രായപൂർത്തിയാവാത്ത അനിയൻ ലൈസൻസില്ലാതെ അപകടകരമാവിധത്തിൽ ജ്യേഷ്ഠത്തിയുടെ പേരിലുള്ള സ്കൂട്ടർ ഓടിച്ചു എന്നു പറഞ്ഞാണ് കാസർഗോഡ് പോലീസ് കള്ളക്കേസ് ചുമത്തിയത്. തികച്ചും അസത്യമായ കാര്യമായതിനാൽ വിട്ടുകൊടുക്കാൻ സ്കൂട്ടർ ഉടമ മാജിദ തയ്യാറായതുമില്ല. 19കാരിയായ മാജിദ അനിയന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം ഒരുമ്പിത്തിറങ്ങുകയായിരുന്നു. പോലീസിന്റെ കള്ളക്കേസിലും വിരട്ടലിലും പതറാതെ മാജിദ അനിയൻ വണ്ടിയോടിച്ചതിന് തെളിവ് നൽകാൻ പോലീസിനെ വെല്ലുവിളിച്ചു. തൊട്ടതിനും വെച്ചതിനും സ്വന്തം മൊബൈലിൽ വീഡിയോ എടുത്ത് തെളിവായി സൂക്ഷിക്കാറുള്ള പോലീസ് ചെയ്യാത്ത കുറ്റത്തിന് എവിടെ നിന്ന് തെളിവ് കൊണ്ടുവരും എന്നാണ് മാജിദ ചോദിക്കുന്നത്. എന്നാൽ അനിയനല്ല സ്കൂട്ടർ ഓടിച്ചത്, ലൈസൻസുള്ള ഞാൻ തന്നെയാണ് എന്ന് തെളിയിക്കാനായിരുന്നു മാജിദയുടെ അടുത്ത ശ്രമം. അതിനായി അവർ സംഭവം നടന്നു എന്ന് പോലീസ് പറയുന്ന സ്ഥലത്തെ ഷോപ്പുകളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ കരസ്ഥമാക്കി. അതിൽ വളരെ വ്യക്തമാണ് മാജിദ തന്നെയാണ് സ്കൂട്ടർ ഓടിച്ചത് എന്നും രണ്ടുപേരും ഹെൽമറ്റ് ധരിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചു തന്നെയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് എന്ന് ലോകത്തിനു മുന്നിൽ ധൈര്യസമേതം കാണിച്ചുകൊടുക്കാൻ ഈ മിടുക്കിക്ക് സാധിച്ചു. ഇന്നലെ മുതൽ പ്രമുഖ ചാനലുകളും ബ്ലോഗർമാരും മാജിദയെ തേടി കാസർഗോഡ് മേനങ്കോടുള്ള വീട്ടിലേക്ക് ഒഴുകുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ് മാജിദ. പോലീസുകാരുടെ ഈ കള്ളത്തിരക്കഥയ്ക്ക് എതിരെ മാജിദ കാസർഗോഡ് പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം തെറ്റായ ചെയ്തികളിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി DYSP സുനിൽ കുമാറിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാജിദയുടെ ധീരവും ശക്തവുമായ പ്രവൃത്തികൊണ്ട് മാത്രമാണ് പോലീസിന്റെ കള്ളക്കഥ പൊളിച്ചു കൈയിൽ കൊടുക്കാൻ സാധിച്ചത്. സോഷ്യൽ മീഡിയ മൊത്തം മാജിദയ്ക്കൊപ്പമാണ്. നിരവധി പേരാണ് പോലീസിന്റെ ഈ തെറ്റായ ചെയ്തിക്കെതിരെ കമന്റുമായി വരുന്നത്. ബ്രിഡ്ജ് മീഡിയ, കാസർഗോഡ്.